എനിക്ക് 100% ഉറപ്പായിരുന്നു, മിനിസ്റ്റർക്ക് ഉറപ്പായിരുന്നു, കേരള സർക്കാരിന് ഉറപ്പായിരുന്നു മെസ്സി വരും, അർജൻറ്റീന ടീം വരും എന്നുള്ള കാര്യം. പക്ഷേ അത് വരില്ല എന്ന് നമ്മൾ പോലും വിശ്വസിച്ച അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ പോലും ചില പത്രസമയങ്ങളിൽ പതറിപ്പോകുന്നൊരവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. അപ്പം വലിയ ഒരു പ്രചരണം വരില്ല എന്ന് വന്നപ്പോൾ ഇനി എങ്ങാനും വരില്ലേ എന്ന് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പോലും തോന്നി എന്നുള്ളതാണ്. അപ്പം ദൈവം സഹായിച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് വിജയിക്കും എന്നുള്ളതാണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറയുമല്ലോ, സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഏറ്റവും വലിയ സ്വപ്നം കണ്ടാൽ മാത്രമാണ് ഏറ്റവും ചെറുതെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. വലിയ രീതിയിൽ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പരിധിവരെ നടക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ്. വലിയ സന്തോഷം എന്നുള്ള കാര്യം എനിക്ക് വരുമെന്നുള്ള കാര്യം 2-3 ദിവസം മുന്നേ തന്നെ അറിയാം. പക്ഷേ ഞാൻ ഔദ്യോഗികം പറഞ്ഞാൽ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് ഇത് എത്തിച്ചു എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടുന്ന് അർജൻറ്റീനയ്ക്ക് വിവരാവകാശം അയക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്, മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ.